വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ 5 മന്ത്രിസ്ഥാനമെന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യം കോൺഗ്രസ് തള്ളി. ഈ ആവശ്യം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് ലീഗിനോട് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിൽ അത് തീരുമാനമാകും. കോൺഗ്രസിന് തന്നെ തികയുന്നില്ല. ലീഗ് കൈവശം വെച്ചിരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് തിരിച്ചെടുത്തേക്കും. കോൺഗ്രസിനുള്ളിൽ ഈ ആവശ്യം ശക്തമാണ്. NSS ഉൾപ്പെടെയുള്ള സമുദായങ്ങളും ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന് പകരം മറ്റൊരു പ്രധാനപ്പെട്ട വകുപ്പ് ലീഗിന് നൽകിയേക്കും. P.K. കുഞ്ഞാലിക്കുട്ടി, K.M. ഷാജി, P.K. ബഷീർ, N. ഷംസുദ്ദീൻ എന്നിവർ മന്ത്രിമാരാകുമെന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ. ഇവരെ കൂടാതെ പാറക്കൽ അബ്ദുള്ള, റസാഖ് മാസ്റ്റർ, A.K. അഷ്റഫ്, V. അബ്ദുൽ ഗഫൂർ തുടങ്ങിയവരുടെ പേരുകളാണ് 5ാമതായി ഉയർന്നു കേട്ടത്. എന്നാൽ 4 മന്ത്രിസ്ഥാനവും 5ാമത്തേതിന് പകരമായി ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനവും നൽകാമെന്നാണ് കോൺഗ്രസ് ലീഗിന് മുന്നിൽ വയ്ക്കുന്ന നിർദ്ദേശം. ഘടകകക്ഷികളിൽ നിന്നും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷയും. ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ സ്ഥാനം ക്യാബിനറ്റ് റാങ്കാണ്. മന്ത്രിസഭയിൽ അംഗമല്ലെന്നേ ഉള്ളൂ. ഒരു മന്ത്രിയുടെ ഗമയിൽ നടക്കാം. പണ്ട് R. ബാലകൃഷ്ണപിള്ളയും V.S. അച്യുതാനന്ദനും ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻമാരായിരുന്നു. തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ മന്ത്രിമാരുടെ കാര്യത്തിൽ ഇന്ന് തന്നെ അന്തിമ തീരുമാനമെടുക്കും. മറ്റ് ഘടകകക്ഷികളും തങ്ങൾക്ക് അർഹമായ പ്രധാന വകുപ്പുകൾക്കായി സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. വകുപ്പ് വിഭജനത്തെ ചൊല്ലി മുന്നണിയിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ നേരിട്ടാണ് ഘടകകക്ഷികളുമായി ആയിട്ടുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. ഏതായാലും ഇന്ന് വൈകുന്നേരവും നാളത്തേടം കൊണ്ട് എല്ലാം പൂർത്തിയാക്കി തിങ്കളാഴ്ച ഫുൾ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്.